ഹായ് ഫ്രണ്ട്സ്, നമ്മളിതൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പെറ്റിക്കോട്ട് എങ്ങനെ കട്ട് ചെയ്ത് തയ്ക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ, അപ്പോൾ നമ്മുടെ മോൾക്ക് നമുക്ക് സ്വന്തമായൊരു പെറ്റിക്കോട്ട് തയ്ച്ചാലോ? അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം. എട്ടേകാല് സീം അലവൻസ് വന്നിട്ട് ഒരു ഇഞ്ചോളം മതി പെറ്റിക്കോട്ടിന്. എന്നിട്ട് പെറ്റിക്കോട്ട് ആയതുകൊണ്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് വരച്ചാൽ മതി. ഷേപ്പ് മെഷർമെൻറ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ 1 ഇഞ്ച് നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ ഷേപ്പ് കൊടുത്ത് കട്ട് ചെയ്യുക. എന്നിട്ട് ഈ മെഷർമെൻറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് മാർക്ക് ചെയ്യുക. ഇനി നെക്ക് നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പം 13 ഇഞ്ച് ഷോൾഡറുള്ള ആൾക്ക് ഒരു 2 ഇഞ്ചൊക്കെ മതി നെക്ക്. നമ്മൾ ഡ്രസ്സിൻ്റെയൊക്കെ നെക്കിന് ഒരു 4.5 ഇഞ്ചൊക്കെയാണ് ഈ ഒരു മെഷർമെൻറ്റ് വരുന്ന കുട്ടിക്ക് വരിക. അപ്പം നമ്മൾ ഒരു 5 ഇഞ്ച് നെക്കിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ അളവ് മാർക്ക് ചെയ്യുക. 2 ഇഞ്ച് വൈഡ്. എന്നിട്ട് ഈ സെയിം മെഷർമെൻറ്റിൽ കറക്റ്റ് യു ഷേപ്പിൽ ഇവിടെ മാർക്ക് ചെയ്യുക. ആം ഹോള് ഇങ്ങനെ. ഇനി നമുക്ക് യോക്ക് പീസിനെ കട്ട് ചെയ്ത് മാറ്റാം. ആം ഹോള് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം നമുക്ക് യോക്ക് പീസ് കിട്ടി. അപ്പോൾ യോക്ക് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് വരിക. ഇനി നമുക്ക് താഴത്തേക്കുള്ള സ്കേർട്ട് പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സ്കേർട്ട് പീസ് വരുന്ന താഴത്തെ വണ്ണം നോക്കുക. നമുക്ക് ബാക്കി വരുന്ന 1.5 മീറ്റർ തുണിയാണല്ലോ. അപ്പോൾ അതിൽ ബാക്കി വരുന്ന തുണി 46 ഇഞ്ച് വീതിയുള്ള തുണിയാണ്. ബാക്കി എത്ര തുണിയാണോ നമുക്ക് വരുന്നത് ആ തുണീനെ താഴത്തേക്കുള്ള പ്ലീറ്റ്സിന് വേണ്ടിയിട്ട് എടുക്കാം. ബാക്കി അളവ് വരുന്ന 17 ഇഞ്ചോളം വരുന്നുണ്ട്.
ആ 17 ഇഞ്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കും. നമ്മളിത് 2 മടക്കിലാണുള്ളത്. അപ്പോൾ ഈ പീസിനെ 2 ആക്കി എടുത്താൽ ഫ്രണ്ട് പീസിലേക്കും ബാക്ക് പീസിലേക്കുമുള്ള സ്കേർട്ട് പീസും നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയിലേക്ക് പോകാം.
നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടില്ലേ? അപ്പോൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ